ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കോണമിക് ക്രൈസിസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് എന്തൊക്കെയെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1991 എക്കണോമിക് ക്രൈസിസ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് കാരണം, റൈസ് ഇൻ പെട്രോളിയം പ്രൈസസ്. ഇൻ 1991 പെട്രോളിയം പ്രൈസസ് റോസ് ഷാർപ്ലി ഡ്യൂ ടു പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് ഇൻ ഗൾഫ് റീജിയനിൽ കുറേ യുദ്ധങ്ങളുണ്ടായി ആ സമയത്ത്. അപ്പോൾ അത് കാരണം പെട്രോളിൻ്റെ വില കുത്തനെ കൂടി എന്നാണ് ആ ഒരു പോയിന്റ് കൂടെ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ, റൈസ് ഇൻ ഇമ്പോർട്ട്സ്. ഇന്ത്യാസ് ഇമ്പോർട്ട് റോസ് ഷാർപ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗുഡ്സിന് വേണ്ടിയിട്ട് വേറെ രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലൊക്കെ ഔട്ട്ഫ്ലോ ആയിരുന്നു. കാരണം ഇവിടുത്തെ പൈസ കൊണ്ട് വേറൊരു രാജ്യത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റലിനൊക്കെ അത് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ അതും എക്കോണമിക് ക്രൈസിസ് ഉണ്ടാവാൻ ഒരു മെയിൻ കാരണമായിരുന്നു. ഇനി മൂന്നാമത്തെ, ഡിക്ലൈൻ ഇൻ റെമിറ്റൻസ് ആൻഡ് എക്സ്പോർട്സ്. അവർ റെമിറ്റൻസ് ഫ്രം ആൻഡ് എക്സ്പോർട്സ് ടു ഗൾഫ് കൺട്രീസ് ഡിക്ലൈൻഡ്. റെമിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഗൾഫിൽ ജോലി ചെയ്യാന്ന് വിചാരിക്കുക. അവർ നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു പൈസ അയക്കും. അതിനെയാണ് റെമിറ്റൻസ് എന്ന് വിളിക്കുക കേട്ടോ. പിന്നെ എക്സ്പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യും. അപ്പോൾ അത് എക്സ്പോർട്ട്. ഇത് രണ്ടും കുത്തനെ കുറയാൻ കാരണമായി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നാലാമത്തെ, ഫാൾ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അവർ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഫെൽ ടു ലെസ് ദാൻ 1 ബില്യൺ, ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മീറ്റ് ഓൺലി 2 വീക്സ് ഓഫ് ഇമ്പോർട്ട് റിക്വയർമെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള കാശ് 1 ബില്യണിനേക്കാൾ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അത് കാരണം തന്നെ 1 ബില്യണിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ 2 ആഴ്ച പോലും സാധനങ്ങൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശ് തികഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ, ഡിഫിക്കൽട്ടി ഇൻ റീപേയ്മെൻറ്റ്. ഗവൺമെൻറ് വാസ് നോട്ട് ഏബിൾ ടു മേക്ക് റീപേയ്മെൻറ്റ് ഓൺ ഇറ്റ്സ് ബോറോയിങ് ഫ്രം അബ്രോഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗവൺമെൻറ് കടമെടുത്തായിരുന്നു. അത് തിരിച്ചടയ്ക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കാതായി എന്നാണ് ആ ഒരു പോയിന്റ് കൂടെ പറയുന്നത് കേട്ടോ. ഇനി 6th പോയിന്റ്, റൈസിങ് പ്രൈസസ് ഓഫ് മെനി എസെൻഷ്യൽ ഗുഡ് റോസ് ഷാർപ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള ഗുഡ്സിൻ്റെയൊക്കെ പ്രൈസ് വല്ലാണ്ട് കൂടി എന്നാണ് പറയുന്നത്. കുത്തനെ കൂടി. ഇപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സിനൊക്കെ വില മുമ്പ് 30 രൂപയാണെങ്കിൽ അത് 50 രൂപയിലേക്ക് അടക്കം കൂടി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലൈസൻസ് പെർമിറ്റ് രാജ്. ഇൻ ഇന്ത്യ വി ഇംപ്ലിമെൻറ്റഡ് ഓൾ ലൈക്ക് ലൈസൻസ് MRTP ആക്ട് എക്സെട്ര വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ, ബട്ട് ഇൻ പ്രാക്ടീസ് ഇറ്റ് ക്രിയേറ്റ് എ ലൈസൻസ് പെർമിറ്റ് രാജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് സർക്കാർ ലൈസൻസ് MRTP ആക്റ്റൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അത് ലൈസൻസ് രാജായി എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് 100ഓളം സ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട സംവിധാനം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൊന്നും നടക്കണില്ല. ഇങ്ങനെ ലൈസൻസിന് വേണ്ടിയിട്ട് കുറേ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നത് മാത്രമേ നടക്കണുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് റെസ്ട്രിക്റ്റഡ് എക്കോണമി ആക്ടിവിറ്റി പ്രിവെൻറ്റഡ് എക്കോണമി ഫ്രം അച്ചീവിങ് ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത്. ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് 100 ഓഫീസോളം കയറി ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒന്നും നടക്കണില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ന്യൂ എക്കോണമിക് പോളിസി. ദി ഗവൺമെൻറ് അനൗൺസ്ഡ് എ 2-part പ്രോഗ്രാം. 2 വശമുള്ള ഒരു പ്രോഗ്രാം നമ്മളുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ഫസ്റ്റത്തേണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, രണ്ടാമത്തെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കിടക്കാം. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ഷോർട്ട് ടേം എക്കോണമിക് പോളിസി ദാറ്റ് എയിം ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, വില കയറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ വിദേശ ഡോളർ ശേഖരണം നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിലുള്ളത്. ഇനി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്, അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഫസ്റ്റത്തേണ് ലിബറലൈസേഷൻ. Introduced to put an end to the restrictions and open up various sectors of the economy. നമ്മുടെ ഗവൺമെൻറ് കുറേ കൺട്രോളും റെസ്ട്രിക്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിബറലൈസേഷൻ. എല്ലാം തുറന്നു കാട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷനും കൺട്രോളും ഒന്നും ഇല്ലാണ്ടാക്കുക. നമ്മളുടെ ഗവൺമെൻറ് കുറേ റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പലതരം ലൈസൻസൊക്കെ കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ലിബറലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനി ലിബറലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് 5 റിഫോംസ്.
ആദ്യത്തെ ഫസ്റ്റാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, രണ്ടാമത്തെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്, 3 ടാക്സ് റിഫോംസ്, 4 ഫോറിൻ എക്സ്ചേഞ്ച് റിഫോം, 5 ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ്. ഇത്രയും കാര്യങ്ങളാണ് ലിബറലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് 5 റിഫോംസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സ്റ്റാർട്ടഡ് എക്കോണമിക് റിഫോംസ് സ്റ്റാർട്ട് ചെയ്ത വർഷം 1991 ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഇൻ്റർനാഷണൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, IMFഉം പിന്നെ ദി വേൾഡ് ബാങ്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് കേട്ടോ, അതാണ് പിന്നെ പറയാത്തത്. ഇനി ലിബറലൈസേഷൻ കൺസിസ്റ്റ് 5 റിഫോംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്, അവിടെ വരുന്ന ഡീലൈസൻസിങ്, ഡീറിസർവേഷൻ ഫോർ സ്മാൾ സെക്ടേഴ്സ്, അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ. അപ്പോൾ ഫസ്റ്റ് ഡീലൈസൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം എന്നുള്ള ലോ ഒഴിവാക്കുക, ആ നിയമം ഒഴിവാക്കുക. പിന്നെ ഡീറിസർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യവസായങ്ങളും സർക്കാരിന് മാത്രമെന്നുള്ളതുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. സർക്കാരിന് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം അങ്ങനെ. ഇനി ഡീറിസർവേഷൻ ഫോർ സ്മാൾ സെക്ടേഴ്സ്, ചെറുകിട കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇനി മുതൽ വലിയ കമ്പനിക്ക് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ചെറിയ കമ്പനിക്ക് മാത്രമല്ല എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുക, അതൊക്കെ ഇനി മുതൽ വലിയ കമ്പനികൾക്ക് ഉണ്ടാക്കാം എന്നാണ് ആ ഒരു വരി കൂടെ പറയുന്നത് കേട്ടോ. ഇനി അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി തുടങ്ങാൻ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഒഴിവാക്കി. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അതിൽ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് എക്സ്പെക്റ്റ് ഫോർ ഫ്യൂ ഗുഡ്സ് കാറ്റഗറീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രൊഡക്ട്സിന് മാത്രമാക്കി ലൈസൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം അങ്ങനത്തെ പ്രൊഡക്ട്സിനൊക്കെ ലൈസൻസ് വേണം, വേറെയുള്ള പ്രൊഡക്ട്സിനൊന്നും ലൈസൻസ് വേണ്ട എന്നാക്കി. ഇനി രണ്ടാമത്തെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ, റെയിൽവേ ട്രാൻസ്പോർട്ട്സ് ആർ ഓൺലി റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടേഴ്സ്. ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ, പിന്നെ റെയിൽവേ ട്രാൻസ്പോർട്ട്, ഈ 3 ഗവൺമെൻറ്റിൻ്റെ, ബാക്കിയെല്ലാം പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ 3 മാത്രമാണ് പബ്ലിക് സെക്ടറിന് വരുന്നത്. ഇനി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹാവ് നോ ബീൻ ഡിസർവ്ഡ്. ചെറുകിട കമ്പനിക്ക് മാത്രമുള്ള സാധനം എന്നുള്ള നിയമമൊക്കെ ഒഴിവാക്കി എന്നാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത് കേട്ടോ. ഇനി മാർക്കറ്റ് ഹാസ് ബീൻ അലൗഡ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ്. സാധനങ്ങളുടെ വില സർക്കാരല്ല തീരുമാനിക്കുക, മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ് സാധനങ്ങളുടെ വില തീരുമാനിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ്. അതിൽ ഫസ്റ്റ് RBI ഫ്രം റെഗുലേറ്റർ ബിക്കം ദ ഫെസിലേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് RBI ഒരു പോലീസുകാരെ പോലെ എല്ലാം നിയന്ത്രിച്ചു, പിന്നീട് RBI വെറൊരു ഹെൽപ്പർ മാത്രമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI കുറച്ചും കൂടി കൺട്രോളൊക്കെ കുറച്ചു എന്നാണ് പറയുന്നത്. ദോസ് മെനി പ്രൈവറ്റ് ബാങ്ക്സ് വെർ സെറ്റപ്പ് and within attaining certain conditions bank had the freedom to start new branches without the approval of RBI. എന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC പിന്നെ ICICI അങ്ങനത്തെ ബാങ്ക്സൊക്കെ പ്രൈവറ്റ് ബാങ്ക്സൊക്കെ പുതിയതായിട്ട് വന്നു. പിന്നെ അവർക്കൊക്കെ പുതിയ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ RBIയുടെ സമ്മതം ആവശ്യം ഉണ്ടായിരുന്നില്ല. മുൻപ് RBIയുടെ സമ്മതം ആവശ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ RBIയുടെ സമ്മതമൊന്നും ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് പുതിയ ബ്രാഞ്ചൊക്കെ തുടങ്ങണമെങ്കിൽ. ഇനി ബട്ട് സെർട്ടൈൻ ആസ്പെക്ട്സ് സ്റ്റിൽ റിമെയിൻഡ് വിത്തിൻ ദ കൺട്രോൾ ഓഫ് RBI ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ ഇപ്പോഴും RBI അതേപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അർത്ഥം ആ ഒരു വരിയിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി നാലാമത്തെ ടാക്സ് റിഫോംസ്. റിഡക്ഷൻ ഇൻ പേഴ്സണൽ ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ടാക്സ് ഒക്കെ കുറച്ചു. പിന്നെ റിഡക്ഷൻ ഇൻ കോപ്പറേറ്റീവ് ടാക്സ് ഒക്കെ കുറച്ചു. റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി ഒക്കെ കുറച്ചു. പിന്നെ റിഡക്ഷൻ ഇൻ കസ്റ്റം ഡ്യൂട്ടി, ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ചു എന്നാണ് അവിടെ പറയുന്നത്. ദ ടാക്സ് റേറ്റ് വാസ് റിഡ്യൂസ്ഡ് സോ ദാറ്റ് പീപ്പിൾ ഡോണ്ട് ഇവേഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് പേയിങ് ദ ടാക്സ് വാസ് സിംപ്ലിഫൈഡ്. ഇത്രയും ടാക്സ് ഒക്കെ ഇങ്ങനെ കുറച്ചും കൂടി കുറച്ചുല്ലോ, അത് കാരണം ആരും ടാക്സ് വെട്ടിക്കില്ല എന്ന് അവർ വിചാരിച്ചു. എല്ലാവരും കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കും എന്ന് വിചാരിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ടാക്സ് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതിയിലായി എന്നാണ് പറയുന്നത്. എ യൂണിഫൈഡ് ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റം കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ ജൂലൈ 2017 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ 2017 എല്ലാ നികുതികളും ഒന്നാക്കിയിട്ട് GST കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അഞ്ചാമത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്. ഇൻ 1991 ആസ് എ stabilized measures, Indian rupee devalued
Devaluation means reducing the value of the domestic currency with foreign currency. അവിടെ പറയുന്നത് 1991 നമ്മളുടെ ഇന്ത്യയുടെ മൂല്യം കുറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ പൈസയുടെ മൂല്യം കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡീവാലുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1 രൂപയ്ക്ക് കിട്ടുന്ന ഡോളറിൻ്റെ വില കുറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. ദിസ് പ്രിവെൻറ്റഡ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, എൻകറേജ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആൻഡ് എക്സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇന്ത്യയുടെ പണം പുറത്ത് പോലെ നിർത്തി എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഫ്ലോ കുറഞ്ഞു. എന്താണ് കൂടിയത്? ഇൻഫ്ലോ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ എക്സ്പോർട്ട്സൊക്കെ കൂടിയെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ദ എക്സ്ചേഞ്ച് റേറ്റ് വാസ് ഫോർമലി ഡിറ്റർമൈൻഡ് ബൈ ദ RBI. ലേറ്റർ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. മുമ്പ് ഡോളറിൻ്റെ വില RBI ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അത് മാർക്കറ്റായി തീരുമാനിക്കുന്നതെന്നാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ. ഇനി ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.